എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ മാസത്തിലെ അനുഗ്രഹങ്ങളിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം ദൈവം നമുക്ക് തന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമായി നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ 3 മാസവും ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നതുകൊണ്ട് നാം കർത്താവിനോട് നന്ദിയുള്ളവരായി കർത്താവിന് കൂടുതൽ നന്ദി അറിയിക്കണം. പൊതുവെ മലയാളികൾ നന്ദി പറയാറില്ല. എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ ഒരാളോടൊരു വഴി ചോദിച്ചാൽ, ഇവിടെ വന്നേ, ആ ചങ്ങനാശ്ശേരിയിലോട്ട് തിരിയുന്നത് മല്ലപ്പള്ളിക്ക് പോകേണ്ട വഴി ഏതാ ചേട്ടാ? അവിടെ ബീഡിയും വലിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. അദ്ദേഹം ഓടി ബഹുമാനത്തോടെ വന്ന് നമുക്ക് വഴി പറഞ്ഞു തന്നാൽ നമ്മളൊരു നന്ദിയോ ഒരു കൈ പോലും കാണിക്കാൻ നമുക്കറിയില്ല. നമ്മുടെ സംസ്കാരത്തിൽ നന്ദി എന്നുള്ളത് കുറവാണ്. ഇത് ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും നല്ലൊരു സംസ്കാരമാണ് നന്ദി പറയുക. നന്ദിയുള്ള ഒരു ഹൃദയം അത് ദൈവത്തോട് ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം. അപ്പോൾ തന്നെ നാം മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. കഴിഞ്ഞ മാസങ്ങളിൽ ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നില്ലേ? കഴിഞ്ഞ 3 മാസം ഈ ഭൂമിയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ദൈവം ശ്വസിക്കുവാൻ ശ്വാസം തന്നു. ഭക്ഷിക്കുവാൻ, കുടിക്കുവാൻ, ധരിക്കുവാൻ എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് തന്നത്. ദൈവം വിശ്വസ്തനാണ്. ദൈവം ഇതുവരെ തരാത്തതിനെ ഓർത്ത് ഭാരപ്പെടാതെ തന്നതിനെ എല്ലാം ചെറിയ കാര്യം പോലും ഓർത്ത് നന്ദി പറയുമ്പോൾ തന്നെ നമ്മിൽ തന്നെ ബലമുള്ളവരായി മാറും. ഇത്രയും അനുഗ്രഹം എനിക്കുണ്ടായോ? അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെയും സാറായിയുടെയും നിങ്ങളെ എവിടെ നിന്നാണ് വെട്ടിയെടുത്തത്? അബ്രഹാമിൽ നിന്നും സാറയിൽ നിന്നും എന്നൊരു ഭാഗം യെശയ്യാവിൽ കിടപ്പുണ്ട്. നിങ്ങളെ വെട്ടിയെടുത്ത കനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ, അബ്രഹാമിലേക്കും സാറയിലേക്കും. എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങിയത്? ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ എന്നിൽ വിശ്വസിച്ചപ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവനെ ഞാൻ അനുഗ്രഹിച്ച കൂട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു നക്ഷത്രമാണ് നിങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. തിരിഞ്ഞു നോക്കണം, എങ്ങനെ ഈ നക്ഷത്രമായി ഇന്ന് തിളങ്ങുന്നു. അതിൻ്റെ പുറകിൽ ഒരുവൻ 75-ാമത്തെ വയസ്സിൽ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് പഴയതൊന്നും മറക്കരുത്. ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയണം. അടുത്തത്, നാം ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ച മുഴുവനും നാം ദൈവത്തിന് കൊടുക്കണം. ഒരംശം പോലും അത് മനുഷ്യരിലേക്ക് പോകരുത്. എൻ്റെ അമ്മ കാരണമാണ്, എൻ്റെ അപ്പനാണ്, എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഞാൻ ഈ നിലയിലേക്ക് വന്നത്, ഇങ്ങനെയുള്ള വാർത്തകൾ നല്ലതാണ്. എന്നാൽ ദൈവമാണ് നമുക്ക് അങ്ങനെ ഒരു അമ്മയെയും അപ്പനെയും ടീച്ചറെയും ബന്ധങ്ങളെയും തന്നത്. അതിനെല്ലാം ദൈവത്തിന് പുകഴ്ച കൊടുക്കണം. ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. ആകയാൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പാടി സ്തുതിക്കാം. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴും അവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവരെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ.
Hallelujah. സ്വർഗീയ ദൂതരും ഈ ഭൂവിലേവരും വാഴ്ത്തിയിടുമേ. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും യേശുവിന്. മൃത്യുജയനവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ. വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴും അവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ. പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഹോ 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 hallelujah. Ha 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 hallelujah. Ho 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 hallelujah. Ha 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 hallelujah. Hallelujah. Ho 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 hallelujah. Ha 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 hallelujah. Ho 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 hallelujah. Ha ha hallelujah. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കടന്ന് വിശ്വസിക്കാം. ഈ പുതിയ മാസം മുതൽ ഒരു പുതിയ അനുഗ്രഹത്തെ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ, നാം എന്ത് പ്രാർത്ഥിക്കുന്നുവോ, അതുപോലെ കർത്താവ് കാര്യങ്ങളെ ചെയ്യും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 തൊട്ട് 14 വരെ അനുഗ്രഹവും 15 തൊട്ട് 69 വരെ ശാപവും കൊണ്ട് നിറഞ്ഞ ഒരു അധ്യായമാണ്. എൻ്റെ വഴിയിൽ നടന്നാൽ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും. എൻ്റെ വഴി വിട്ടു പോയാൽ ഈ ശാപങ്ങൾ നിങ്ങളുടെ പുറകെ വരും. അങ്ങനെ അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ തന്നെ പറയുന്നു. മറ്റു പല പുസ്തകങ്ങളിലുമുണ്ട്. അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിലാണ്. ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ ഈ അനുഗ്രഹവും, ദൈവ വഴി വിട്ടു പോയാൽ ശാപവും നിശ്ചയമായിട്ടുണ്ടാകും. ഈ നിയമങ്ങളെല്ലാം കൊടുത്തിട്ടും അബ്രഹാമിൻ്റെ സന്തതികൾക്ക് അനുഗ്രഹത്തിലെത്താൻ കഴിഞ്ഞില്ല. അവർക്കുണ്ടായ പാലും തേനുമെന്ന അനുഗ്രഹത്തിൽ യോശുവ, മോശ ഇവർ അവരെ കൊണ്ടുപോയെങ്കിൽ അവിടെ വെച്ച് അവർ വീണ്ടും ശാപത്തിലേക്ക് പോയി. അപ്പൊ അനുഗ്രഹം വീണ്ടും ശാപമാകാം ദൈവ വഴിവിട്ട് പോയാൽ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേൽ ജനം. അവർ പരിശ്രമിച്ചു, അവരനുസരിക്കാൻ നോക്കി, അവർ ദൈവവചനപ്രകാരം ജീവിക്കാൻ നോക്കി, പരാജയപ്പെട്ടു. കാരണം ഒരു പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പൂർണ്ണമായിട്ട് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവ് അബ്രഹാമിൻ്റെ കുടുംബത്തിലേക്ക് വന്നിട്ട് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കി തന്നു. നമുക്ക് പകരം യേശു കൽപ്പനകളെ മുഴുവനും ക്രൂശിൽ നിറവേറ്റി. അതാണ് യോഹന്നാൻ 19:30 കാണുന്നത്. സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് യേശു പ്രാണനെ വിട്ടു. എല്ലാം നാം എന്തെല്ലാം ആചരിക്കണമായിരുന്നുവോ അത് മുഴുവനും യേശു ആചരിച്ചു.
അതുകൊണ്ട് എന്താ ഗുണം? യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കയ്യിലേക്ക് വരാൻ ഇടയായിത്തീരും. ആവർത്തന പുസ്തകം 28-ന്റെ 1 തൊട്ട് 14 വരെയുള്ള സകല അനുഗ്രഹങ്ങളും നമ്മുടേതായി മാറുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. നാം സ്വഭാവത്താൽ ജാതികളാണ്, യഹൂദന്മാരല്ല. എങ്ങനെ നാം ദൈവമക്കളായി മാറി? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി. ഇപ്പോൾ യഹൂദനെന്നോ യവനനെന്നോ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവമക്കൾ. ഒരിക്കൽ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, എല്ലാവരും പാപികളായിരുന്നു. ഇന്നങ്ങനെയല്ല, യേശുവിനെ കൈക്കൊണ്ടവരെല്ലാം ദൈവമക്കളാണ്. ഈ ഒരു സത്യം നമ്മുടെ ഉള്ളിലോട്ട് കയറി ഇത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു സന്തോഷവും സമാധാനപൂർണതയും ഉള്ളതായി മാറും. ഒന്നാമത്തെ വാക്യം നമ്മൾ ആവർത്തന പുസ്തകം 28-ൽ വായിച്ചാൽ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. ഇന്ന് ഭൂമിയിലുള്ള എല്ലാവരേക്കാൾ മുകളിൽ നീ എത്തും. എങ്ങനെ? യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് കർത്താവിൽ വിശ്വസിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഉയർച്ച ഇന്ന് ഭൂമിയിലുള്ള എല്ലാവരേക്കാൾ മുകളിലാണ്. ബിൽ ഗേറ്റ്സിനേക്കാൾ, കോൾഗേറ്റിനേക്കാൾ വലിയ ഗേറ്റുകളെല്ലാം ദൈവം നമുക്ക് തുറന്നു തരും. പോകുന്നിടത്തെല്ലാം ദൈവം വാതിലുകൾ തുറന്നു തരും. വലുത് സഫലവുമായ എല്ലാ വാതിലും നമ്മുടെ മുൻപിൽ തുറക്കും. സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. ഉന്നതനാകാൻ വേണ്ടി പണിപ്പെടണ്ട. ഒത്തിരി പേര് ഉന്നതരാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് മുകളിലോട്ട് കയറി വിജയം കൈവരിക്കാൻ കഴിയുന്നില്ല. ഉന്നതനാകണമെങ്കിൽ നാം ഉന്നതങ്ങളിലേക്ക് കയറുന്ന നമ്മുടെ ഏണിയിൽ ആരാ പിടിച്ചിരിക്കുന്നത്? ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന കർത്താവ് തന്നെ നമ്മുടെ ഏണിയുടെ താഴ്ഭാഗത്ത് പിടിച്ചത് കൊണ്ടാണ് നമുക്ക് മുകളിലോട്ട് കയറാൻ കഴിയുന്നത്. യാക്കോബ് കണ്ട ആ കോവേണി താഴ്ഭാഗം മണ്ണിലും അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം സ്വർഗത്തിലുമായിരുന്നു. അതിലൂടെ ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. പിതാവാം ദൈവം മുകൾ ഭാഗത്ത്. നമ്മൾ അറിയേണ്ടത് താഴ്ഭാഗത്ത് ആരാണ്? ഈ ഭൂമിയിലേക്ക് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി താണിറങ്ങി വന്ന കർത്താവാണ് താഴ്ഭാഗത്ത്. അപ്പോൾ ആ ഏണിയുടെ താഴ്ഭാഗം പിടിച്ചിരിക്കുന്നത് ആരാ? നമ്മുടെ കർത്താവാണ്. താഴ്ഭാഗത്ത് കർത്താവ് ഇറങ്ങി വന്ന് പിടിച്ചത് കൊണ്ട് നമുക്ക് എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും കയറാം. ദൂതന്മാർ കയറി ഇറങ്ങി നമ്മെ കാണിക്കുകയാണ്. യാക്കോബേ, ഉയരുന്നതിന് പരിധികളില്ല. സ്വർഗത്തോളം ഉയരാൻ കൊതിച്ച, സ്വർഗോന്നതങ്ങൾക്ക് മീതെ ദൈവത്തേക്കാൾ മുകളിൽ കയറാൻ കൊതിച്ച ഒരുവനെ വെട്ടിയിട്ട മണ്ണിലാണ് യാക്കോബ് ഇപ്പോൾ ഈ സ്വപ്നം കാണുന്നതെന്ന് ഓർക്കണം. ദൈവത്തിന് ഉയരുന്നത് ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഉയർച്ചയാണ് ദൈവം വെട്ടിയിട്ടത്. അപ്പോൾ നമ്മുടെ ഏണിയിൽ പിടിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെയും കടന്നു വന്ന, താഴെ നിന്ന് ഏറ്റവും മുകളിലേക്ക് കടന്നുപോയ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഏണി മറിയില്ല. നമുക്ക് എത്ര ഉയരങ്ങളിലേക്കും കയറാം. ഞാൻ നിന്നെ സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. എല്ലാവരേക്കാൾ മുകളിൽ ഒരു ദൈവ പൈതൽ ഉയർന്നു വരും. ഇന്ന് ഈ വചനങ്ങൾ ഒരു ദൈവ പൈതൽ വിശ്വസിക്കാമെങ്കിൽ
അസാധാരണമായ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോവുകയാണ്. ഈ ഏപ്രിൽ മാസം ഇന്ന് വരെയില്ലാത്ത ഉയർച്ചകളെ മാത്രം വിശ്വസിച്ച് യേശു കർത്താവിലൂടെ ഞാൻ ഉയർച്ചകൾ കാണാൻ പോവുകയാണ്. അങ്ങനെ തന്നെ ഒന്ന് വിശ്വസിക്കുക. എന്നിട്ട് താഴെ അടുത്ത ഭാഗം, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്നെ ഓവർടേക്ക് ചെയ്യുമെന്നാണ്. എല്ലാ അനുഗ്രഹങ്ങളും നിന്നെ ഓവർടേക്ക് ചെയ്യും. അതിൻ്റെ അർത്ഥം, നീ എങ്ങോട്ട് പോകുന്നുവോ നീ ചെല്ലുന്നതിന് മുമ്പ് നിനക്കുള്ള അനുഗ്രഹം നിന്നെ ഓവർടേക്ക് ചെയ്ത് ആ സ്ഥലത്ത് നിന്നെ കാത്തു നിൽക്കും. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ UK പോകുന്നത്, വടക്കേന്ത്യയിലോട്ടാണോ പോകുന്നത്, അതൊന്നും ഒരു വിഷയമല്ല. അനുഗ്രഹം എങ്ങോട്ട് പോകുന്നുവോ ആ വഴിക്ക് നിന്നെ കാത്തു നിൽക്കും. അബ്രഹാം പോയിടത്തെല്ലാം അബ്രഹാമിനെ കാത്തു നിന്നത് അബ്രഹാമിനെ ഓവർടേക്ക് ചെയ്ത അനുഗ്രഹമാണ്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എബ്രായലേഖനം 11 അധ്യായത്തിൽ പറയുന്നു, അബ്രഹാം വിശ്വാസത്താൽ എങ്ങോട്ടൊന്നില്ലാതെ പുറപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൽ ലോത്തിനോട് അബ്രഹാം ഇങ്ങനൊരു പ്രസ്താവന നടത്തുന്നുണ്ട്, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ പോകുന്നതിൻ്റെ എതിരെ ഞാൻ പൊയ്ക്കോളാം. ഈ ഒരു ധൈര്യം അബ്രഹാമിന് എങ്ങനെ ഉണ്ടായി? അബ്രഹാമിനെ അറിയാം, ഞാൻ എങ്ങോട്ട് പോയാലും എനിക്ക് അനുഗ്രഹമുണ്ട്. ചിലർ പറയും അങ്ങോട്ട് പോയത് കൊണ്ടാണ് പ്രശ്നം, ആ നാട്ടിൽ പോയി പാർത്തത് കൊണ്ടാണ് പ്രശ്നം, ആ കല്യാണം നടന്നതുകൊണ്ടാണ് പ്രശ്നം, ഈ കുഞ്ഞ് ജനിച്ചത് കൊണ്ടാണ്. ഇല്ല കുഞ്ഞെ, ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്. ദൈവം അറിയാതെ നമ്മുടെ ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല, കൊഴിയുകയുമില്ല. എല്ലാം ദൈവം അറിയുന്നു. ആദ്യം ഈ ഒരു സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് വേണം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങളും നാം ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ മുൻപിലെത്തിയിരിക്കും. അത് നമ്മുടെ നല്ല സ്വഭാവം കൊണ്ട് നമ്മൾ അവിടെ എത്തുന്നതല്ല, നമ്മൾ എത്തുന്നിടത്ത് അനുഗ്രഹം നമ്മുടെ കൂടെ വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് നമ്മെ സ്വീകരിക്കാൻ അനുഗ്രഹം കാത്തിരിക്കുകയാണ്. പല നാടുകളിലും ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ എയർപോർട്ടുകളിൽ വിളിക്കാൻ വരുന്നവർ അവർ വന്ന് നിൽക്കുന്നത് അവർ പൂച്ചെണ്ടുമായിട്ട്. ചർച്ചിലെ മൊത്തം ആൾക്കാർ എല്ലാവരും വന്ന് സ്വീകരിക്കാൻ നമ്മൾ തന്നെ പ്രതീക്ഷിക്കില്ല. ഒരിക്കലും എൻ്റെ സ്നേഹിതനായൊരു പാസ്റ്റർ, അദ്ദേഹം വിചാരിച്ചില്ല ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഫ്ലൈറ്റിലിരുന്ന് ആ ബർമുടയൊക്കെ ഇട്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് കിടന്നുറങ്ങി. അതേ രൂപത്തിൽ തന്നെ എയർപോർട്ടിൽ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ആ ചർച്ചിലെ എല്ലാ ആൾക്കാരും സ്യൂട്ട് ധരിച്ച് വളരെ ഗംഭീര സ്വീകരണമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇദ്ദേഹം ഒരു ചെറിയ നിക്കറും ഒരു ചെറിയ ടീഷർട്ടും ഇട്ട് ഹെഡ്ഫോണും വെച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. പ്രതീക്ഷിച്ചോളണം, നീ ചെല്ലുന്നിടത്തെല്ലാം നിന്നെ കാത്ത് വലിയ സ്വീകരണങ്ങളുണ്ട്. അത് നിന്റെ മിടുക്കല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. ഇത് എത്ര പേര് ഇതിനെ പിടിക്കാനുണ്ട്? എത്ര പേര് ഇതിനെ ഏറ്റെടുക്കും? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയണം, അതെ ഇന്ന് ഈ പറയുന്ന ദൈവവചനം എന്നോടാണ്. ഞാൻ പോകുന്നിടത്തെല്ലാം അനുഗ്രഹങ്ങൾ എൻ്റെ മുൻപിൽ വന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പറഞ്ഞു, ഞാൻ പോകുന്നിടത്ത് എല്ലായിടത്തും എല്ലായ്പ്പോഴും കർത്താവിൻ്റെ അനുഗ്രഹം ഓവർടേക്ക് ചെയ്ത് ഞാൻ ചെല്ലുന്നിടത്ത് എന്നേക്കാൾ മുമ്പ് എത്തിയിരിക്കും. ചില യാത്രകളൊക്കെ ചെയ്യുമ്പോൾ, ചില ദൈവദാസന്മാരെ കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ള പുറകിലായിപ്പോയ ചിലർ അവര് ഈ ദൈവദാസന്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് നേരത്തെ പോയി അവരെ
അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കും. പുറകിലായി പോയവരെല്ലാം മുൻപിൽ വരും. എന്തിനാണ്? ഈ ദൈവദാസനെ ബഹുമാനിക്കാൻ, ഈ പ്രധാന അതിഥിയെ ബഹുമാനിക്കാൻ. ഇതുപോലെ തന്നെയാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ പുറകിൽ നിന്ന് വന്ന് പുറകിലൂടെ നമ്മുടെ മുൻപിലേക്ക് ഓവർടേക്ക് ചെയ്ത് നമ്മെ കാത്തിരിക്കും. ഇത് സത്യമായ ബൈബിളിലെ വാക്യമാണെങ്കിൽ ഇത് നിങ്ങൾ കാണാൻ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്നാണ് ബൈബിൾ പറയുന്നത്. ആയുഷ്കാലം മുഴുവനും എത്ര വർഷം ഈ ഭൂമിയിലുണ്ടോ അത്രയും വർഷം. പിള്ളേർ വലുതായി കഴിയുമ്പോഴല്ല നന്മയും കരുണയും ഉണ്ടാകുന്നത്. നല്ല ജോലിയെല്ലാം കിട്ടുമ്പോഴല്ല നന്മയും കരുണയും ഉണ്ടാകുന്നത്. നന്മയും കരുണയും നമ്മുടെ പുറകെ വരുന്നതാണ്. നാം പോകുന്നിടത്തെല്ലാം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരെല്ലാം പോയിടത്ത് ഇല്ലായ്മകളായിരുന്നു. വലിയ ക്ഷാമമാണ് അവിടെ കാണുന്നത്. അബ്രഹാമിൻ്റെ കാലത്ത് ക്ഷാമം, ഇസഹാക്കിൻ്റെ കാലത്ത് ക്ഷാമം. എന്നാൽ ഇവർക്ക് 100 മേനി വിളവാണ്. അവർ വർദ്ധിച്ച് 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 മഹാധനവാന്മാരാകുകയാണ്. കാരണം ഇവരുടെ കൂടെ ഉള്ളത് അനുഗ്രഹമാണ്. ഈ അനുഗ്രഹമാണ് ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. വിശ്വസിക്കാം. കർത്താവിൻ്റെ ഈ അനുഗ്രഹ വചനങ്ങളെ നമുക്ക് വിശ്വസിക്കുക. ഈ ആഴ്ച മുഴുവനും ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളോട് ഈ വിലപ്പെട്ട ചില ആലോചനകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക. കർത്താവിനൊന്നും അസാധ്യമല്ല. ഇന്ന് നിങ്ങളും ഞാനും നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അനുഗ്രഹം കൊണ്ട് കർത്താവ് മായ്ച്ചു കളയും. പ്രതികൂലങ്ങളെല്ലാം നമ്മൾ മറന്നുപോകും. ജോസഫ് തൻ്റെ സകല സങ്കടങ്ങളും മറന്നുപോയതുപോലെ, തൻ്റെ എല്ലാ വേദനകളും മറന്നുപോയതുപോലെ അനുഗ്രഹം കൊണ്ട് ദൈവം ദുഃഖങ്ങളെ മായ്ച്ചു കളയും. ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം ദുഃഖങ്ങളെ മായ്ക്കും. വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് കേട്ട ഓരോ വ്യക്തികളുടെയും വീടുകളിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ഉയർച്ച, ഓവർടേക്ക് ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു സമൃദ്ധി ഈ കുടുംബങ്ങളിൽ കാണട്ടെ. ആരോഗ്യപരമായി, സാമ്പത്തികമായി, മാനസികമായി, ആത്മീകമായി എല്ലാ മേഖലകളിലും സുഖവും ശുഭവും ഈ മക്കൾക്കുണ്ടാകട്ടെ. ഈ മാസം വേണ്ട എല്ലാവിധ നന്മകളും ഇവരുടെ മുൻപിൽ ഇവർ പോകുന്നിടത്ത് ഇവർ കാണുവാനിടയാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് കടന്ന് വിശ്വസിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം എത്ര വലുതാണ്. നമ്മുടെ പിതാക്കന്മാരെ ഉയർത്തിയ ദൈവത്തിൻ്റെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. വിശ്വസിക്കാം. നാളെ ഇതേ നേരത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. ഈ മീറ്റിങ്ങിനെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. സാമ്പത്തികമായി കൈത്താങ്ങൽ തന്ന് ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹന വാക്കുകൾ അയച്ച് എല്ലാ നിലയിലും ഞങ്ങൾക്ക് ഒരു കൈത്താങ്ങൽ തരുവാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.